ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ, ആ റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പെടുക്കുന്നതിനെക്കുറിച്ചും നോമ്പുകാർ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും നോമ്പിൽ അനുഷ്ഠിക്കേണ്ട പ്രധാനമായ ഖുർആൻ പാരായണത്തെക്കുറിച്ചുമൊക്കെ നാം സൂചിപ്പിക്കുകയുണ്ടായി. ഈ സിറ്റിങ്ങിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് ഉണർത്താനുള്ളത്, നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മാസമായി നോമ്പിനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ്. വ്യക്തിപരമായും സാമൂഹികപരമായും ഒട്ടനവധി പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതുകൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിം ഉമ്മ. മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പടച്ചവൻ്റെ അടുക്കലേക്ക് കൽബും കണ്ണും കൈകളും ഉയർത്തേണ്ട മാസമാണ് സഹോദരന്മാരെ ഈ റമദാൻ എന്ന് പറയുന്നത്. റമദാനിൻ്റെ നിയമങ്ങളെക്കുറിച്ചും അത് നിർബന്ധമാക്കിയതിനെക്കുറിച്ചും ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഉണർത്തി. ശേഷം നോമ്പെടുക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് ആയത്തുകൾക്കിടയിലായി ഖുർആൻ പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നബിയെ നിങ്ങൾ അവർക്ക് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇന്നീ ഖരീബ്, ഞാൻ അവരോട് വളരെയധികം അടുത്തവനത്രേ. ഉജീബ് ദഅവതദ്ദാഇ ഇദാ ദഅാനി. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്ന ആളുകൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവന് ഉത്തരം ചെയ്യും. ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി. എന്നിൽ കൃത്യമായ രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാകുന്നു എങ്കിൽ അവന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിശ്വാസികളെ, മുഅ്മിനുകളെ, സഹോദരികളെ, സഹോദരന്മാരെ, വ്യക്തിപരമായ കുടുംബപരമായ നമ്മുടെ ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങൾ, സാമൂഹ്യപരമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ റബ്ബിലേക്ക് ഏറ്റുപറയാൻ, റബ്ബിനോട് നിരന്തരം അലട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പറ്റിയ സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. കാരണം ദുആ എന്ന് പറയുന്നത് അദ്ദുആഉ വൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥനയാണ് ആരാധന. ആരാധനയുടെ കാതലും മജ്ജയും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന റബ്ബിലേക്ക് മാത്രമാണ്. ഇദാ ദഅാനി, എന്നോട് അവർ പ്രാർത്ഥിച്ചു കൊള്ളുന്നേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് അല്ലാഹു ഉത്തരം ചെയ്യുമെന്ന് ഓഫർ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന 3 ആളുകളെക്കുറിച്ച് പ്രവാചകൻ ഉണർത്തിയപ്പോൾ പ്രവാചക തിരുമേനി പഠിപ്പിക്കുകയുണ്ടായി. നോമ്പെടുക്കുന്ന ആളുകൾ അസ്സായിമു ഹത്താ യുഫ്തർ, നോമ്പുകാരൻ നോമ്പ് മുറിക്കുന്നത് വരെയും അവൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി തിരുമേനി ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ അല്ലാഹുവിനോട് മാത്രം നമ്മുടെ കാര്യങ്ങൾ പറയുക, റബ്ബിനോട് നിരന്തരം നാം ദുആ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുണർത്തുകയാണ്. മറ്റാരോടും നമ്മൾ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. അമ്പിയാക്കളോടോ, സാലിഹീങ്ങളോടോ, ഔലിയാക്കളോടോ, ശുഹദാക്കളോടോ, മൺമറഞ്ഞു പോയവരോടോ, മലക്കുകളോടോ, ജിന്നുകളോടോ, പിശാച്ചിനോടോ ഒരിക്കലും തന്നെ നമ്മൾ ദുആ ചെയ്യുവാൻ പാടില്ല. അതിനു വേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയുള്ള അല്ലാഹു അല്ലാത്ത മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യുക എന്നുള്ളത് കഠിനമായ പാപമാണ്, കഠിനമായ ശിർക്കാണ്. അരുത് സഹോദരങ്ങളെ, അരുത്. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അത് മഹാകുറ്റമാണ്, പാപമാണ് എന്ന് മനസ്സിലാക്കുക.
അതുകൊണ്ട് നമ്മൾ വളരെയധികം ആത്മാർത്ഥതയോടെ മനസ്സാന്നിധ്യത്തോടെ ഉത്തരം കെട്ടുമെന്ന് പ്രാർത്ഥനയോടെ ഹലാലായ ഭക്ഷണം കടിച്ച് ഹലാലായ വീട്ടിലിരുന്ന് ഹലാലായ വസ്ത്രം ധരിച്ച് റബ്ബിനോട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. ഈ റമദാൻ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ റബ്ബിനോട് പറയുവാനുള്ള ഒരു മാസമായി കാണുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത ഒരവസ്ഥയാണ് എങ്കിൽ റബ്ബ് നമ്മെ ഒരിക്കലും പരിഗണിക്കുകയില്ല എന്ന വാണിംഗ് ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും നിങ്ങളോക്ക് ആവശ്യമുള്ളതെന്തോ എല്ലാം റബ്ബിനോട് ചോദിക്കണേ എന്നുണർത്തുകയാണ്. അങ്ങനെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവന് മാത്രം നേർച്ചകൾ ചെയ്യുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന ഏകദൈവ വിശ്വാസികളിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.